Hello my dear students, welcome to the session. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സിൻ്റെ ലൈറ്റ് റിയാക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും എല്ലാവർക്കും എ വെരി വോം വെൽക്കം. ഓക്കെ, സോ എൻ്റെ പേര് അഷിമ ജോഷിയാണ്, ഞാൻ നിങ്ങളുടെ ബോട്ടണി മാസ്റ്റർ ടീച്ചറാണ്. നമുക്ക് സെഷനിലേക്ക് തുടങ്ങാം. ഓക്കെ റൈറ്റ്. സോ ഞാൻ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ മിനിമം 2 questions എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് വരും. ആൻഡ് വളരെ കോൺസെപ്റ്റ് ഹെവി ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് ആ 2 ക്വസ്റ്റ്യനും എന്തായാലും കിട്ടുമെങ്കിൽ നമ്മൾ ഒരുപാട് പഠിക്കണം. ഓക്കെ, സോ അതിന് നമുക്ക് എന്താണ് വഴി എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇന്ന് സ്പെസിഫിക് ആയിട്ട് എന്താ പഠിക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഓവർവ്യൂ ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ഓക്കെ, സോ നമ്മൾ ലൈറ്റ് റിയാക്ഷൻസിനെ പറ്റി പഠിക്കും. ഫോട്ടോ സിസ്റ്റംസ് 1 and 2, അതായത് ഫോട്ടോ സിസ്റ്റംസിൻ്റെ റോൾ എന്താണ് ഇൻ ലൈറ്റ് റിയാക്ഷൻസ് അത് പഠിക്കും. പിന്നെ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ സ്പെസിഫിക് ആയിട്ട് അത് രണ്ടും നമ്മൾ പഠിക്കും. തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ATP ഫോർമേഷൻ. ഓക്കെ, സോ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ. ബട്ട് നമ്മളിങ്ങനെ സബ് ടോപ്പിക്സ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലൈറ്റ് റിയാക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫോട്ടോസിന്തസിസ് എന്നുള്ള വേർഡും ഉണ്ട്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോഴത്തേക്കും സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ്. ഓക്കെ, ഫോട്ടോ ഇസ് ലൈറ്റ്, സിന്തസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്നു. ഓക്കെ, ലൈറ്റിൻ്റെ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തൊക്കെയോ കോമ്പൗണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. റൈറ്റ്. സോ ഇവിടെ ലൈറ്റ് ഡ്രിവൻ റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് is referred to as electron transport chain. Okay, so light reaction at basically photosynthesisൽ 2 റിയാക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഫേസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, സോ ആദ്യത്തെ ഫേസ് ആണ് ലൈറ്റ് റിയാക്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഫേസ് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയും. അത് നമുക്ക് അടുത്ത സെഷനിലേക്കുള്ള പണിയായി, ഈ സെഷനിലേക്കുള്ളതല്ല. എന്തായാലും ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഇത് എവിടെയാണ് സംഭവിക്കുന്നതെന്നും ഞാൻ പറഞ്ഞ പോലെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന ഒരു സൈഡിൽ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡക്ട്സിനെ യൂസ് ചെയ്ത് നമ്മൾ ഡാർക്ക് റിയാക്ഷനും ചെയ്യുന്നു. ഓക്കെ, സോ ഈ ലൈറ്റ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് ഓൺ ലൈറ്റ്. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഈ പേര് വെച്ചിട്ടുണ്ടാവുക. സോ എത്രത്തോളം വെളിച്ചം കിട്ടുന്നോ എത്ര നേരം വെളിച്ചം കിട്ടുന്നോ അത്രയും നേരം ഈ റിയാക്ഷൻ നടക്കും. അതേസമയം നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നതോ അവർ ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ല. ഓക്കെ, വെളിച്ചം ഉണ്ടെങ്കിൽ നടക്കും, വെളിച്ചം ഇല്ലെങ്കിൽ നടക്കില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ വെളിച്ചം ഇല്ലെങ്കിലും നടക്കാം ഇതിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ലൈറ്റ് റിയാക്ഷനകത്ത് നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫേസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫേസ് ആണ്, ഇത് കഴിഞ്ഞ് സംഭവിക്കുന്നത് ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫേസ് ആണ്. ഓക്കെ, എന്തായാലും അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി നോക്കാം. ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യാം ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫേസിൽ. റൈറ്റ്, ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? ലൊക്കേഷൻ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, വളരെ വളരെ ഭംഗിയുള്ള ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനലാണ്. ഓക്കെ, സോ ഏകദേശം ഡയഗ്രാം ഞാനൊന്ന് വരയ്ക്കാം. ഓക്കെ, സോ ഇത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ വി ഹാവ് അവർ ഔട്ടർ മെംബ്രെയിൻ, പിന്നെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, സോ ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഓർഗനാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. 2 മെംബ്രെയിൻ ഉണ്ട്. ഈ 2 മെംബ്രെയിൻ്റെ അകത്ത് ഫുൾ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും. അത് നമ്മുടെ സെല്ലിനകത്തുള്ള സൈറ്റോപ്ലാസം ഇല്ലേ, അതേപോലെ ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രോമ. ഓക്കെ, സോ നമുക്കതിന് ഞാൻ കുറച്ച് കുത്തായിട്ടിടാം. ഓക്കെ, ബട്ട് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ സ്ട്രോമയാണ്. ഓക്കെ, സോ സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു പേസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ് നടുക്കുള്ളത്, സൈറ്റോപ്ലാസം പോലെ.
പക്ഷേ സ്ട്രോമ മാത്രമല്ല ഉള്ളത്, വി ഹാവ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്സ് കോൾഡ് ആസ് തൈലക്കോയിഡ്സ്. ഓക്കെ, സോ നമ്മുടെ മെംബ്രെയിനസ് സ്ട്രക്ചേഴ്സ് ആണ് തൈലക്കോയിഡ്സ്. സോ യൂഷ്വലി ഈ തൈലക്കോയിഡ്സ് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും ഒരു സ്റ്റാക്കിൽ നിന്ന് അടുത്ത സ്റ്റാക്കിലേക്ക് അടുക്കി അടുക്കി. നമ്മളൊക്കെ പുസ്തകങ്ങളും എന്താ പറയുക തുണിയും നമ്മുടെ ഷെൽഫിൽ അടുക്കി വെക്കുന്ന പോലെ തന്നെ അടുക്കി വെക്കുന്നതാണ് നമ്മുടെ തൈലക്കോയിഡ്സ്. ഓക്കെ, ഇതിനെ ഓരോന്നും നമുക്ക് തൈലക്കോയിഡ്സ് എന്ന് വിളിക്കാം. മൊത്തത്തിലാണെങ്കിൽ നമുക്ക് ഗ്രാന എന്ന് വിളിക്കാം. ഓക്കെ, റൂം വൃത്തിയോടെ ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, വൃത്തിയില്ലാത്ത കുട്ടി, വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയുള്ള കുട്ടി എന്ന് പറയത്തില്ലേ, ഏകദേശം അതേപോലെ തൈലക്കോയിഡ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ തൈലക്കോയിഡ്സിന്റെ ഓരോ സ്റ്റാക്കായിട്ട് ദി എൻറ്റയർ തിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മൊത്തമായിട്ട് നോക്കുമ്പോൾ വി വിൽ കോൾ ഇറ്റ് ആസ് ഗ്രാന. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രാനേനെ, ഓക്കെ, ഒരു ഗ്രാനത്തിനെയും വേറൊരു ഗ്രാനേനെയും കണക്ട് ചെയ്യുന്ന ഈ എന്താ പറയുക ഇതും നമ്മുടെ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. സോ ഇതിനെ നമുക്ക് വിളിക്കാം സ്ട്രോമൽ ലാമെല്ലേ. ഓക്കെ, സോ ഇതിന്റെ മുകളിൽ താഴെ ഒന്നുമില്ല, അടുക്കിയല്ല വെച്ചിരിക്കുന്നത്, ഇത് സെപ്പറേറ്റ് ആണ്. ഓക്കെ, സോ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ളതിനെ വി കോൾ ആസ് സ്ട്രോമൽ ലാമെല്ലേ. അടുക്കി അടുക്കി വെച്ചതിനെ ഗ്രാന എന്ന് വിളിക്കും. ഇത് ബേസിക്കലി തൈലക്കോയിഡ്സ് ആണ്. ഓക്കെ, ഈ തൈലക്കോയിഡ്സ് ഞാൻ വരച്ചതുപോലെ തന്നെ സിംഗിൾ മെംബ്രെയിൻ ആണ്, ഒരു മെംബ്രെയിനേ ഉള്ളൂ. ക്ലോറോപ്ലാസ്റ്റിനാണ് 2 മെംബ്രെയിൻ ഉള്ളത്, ഇതിന് ഒരു മെംബ്രെയിനേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഈ തൈലക്കോയിഡ്സിന്റെ അകത്തും നമ്മുടെ സ്ട്രോമ പോലെ തന്നെ ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതാണ്. ഓക്കെ, സോ ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നതാണ്. സോ ഇത് നമുക്ക് ലേബിൾ ചെയ്യാം. ദിസ് വിൽ ബി ലൂമൻ. ഓക്കെ, സോ നമ്മൾ എന്ത് പഠിച്ചു? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ഓർഗനൽ ആണ്, ഡബിൾ മെംബ്രെയിൻ ആണ്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, ബട്ട് അകത്ത് സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള സ്ട്രോമയുണ്ട്. ഓക്കെ, സോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു മെംബ്രെയിനസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് മുഴുവൻ മെംബ്രെയിൻ ആണ്, സിംഗിൾ മെംബ്രെയിൻ ആണ്. ഓക്കെ, സോ വി കോൾ ദം ആസ് തൈലക്കോയിഡ്സ്. സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പം ഗ്രാന, സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ സ്ട്രോമൽ ലാമെല്ലേ. ഓക്കെ, കണക്ട് ചെയ്യുന്നതിന് നമ്മൾ സ്ട്രോമൽ ലാമെല്ലേ എന്ന് പറയും. ഓരോ തൈലക്കോയിഡിൻ്റെയും അകത്തും ഇതേപോലെ സെമി ഫ്ലൂയിഡ് മെട്രിക്സ് ഉണ്ട്, അതിനെ നമ്മൾ ലൂമൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, ഈ തൈലക്കോയിഡ് സ്ട്രോമൽ ലാമെല്ലേ ആയിക്കോട്ടെ ഗ്രാന ആയിക്കോട്ടെ, തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനിലാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ ലൊക്കേഷൻ എന്ന് പറയുമ്പം സ്പെസിഫിക് ആയിട്ട് ഞാൻ എഴുതുവാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ലൈറ്റ് റിയാക്ഷൻ ഹാപ്പൻസ് ഓൺ ദ തൈലക്കോയിഡ് മെംബ്രെയിൻ. ഓക്കെ, ആൻഡ് സ്ട്രോമയിൽ എന്താ സംഭവിക്കുക? സ്ട്രോമയിലാണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ നടക്കുക. ഓക്കെ, സോ സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നു, തൈലക്കോയിഡ്സിലോ അല്ലെങ്കിൽ നമ്മുടെ മെംബ്രെയിൻ സിസ്റ്റമിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ തൈലക്കോയിഡ് മെംബ്രെയിനിൽ സ്പെസിഫിക്കലി നമുക്ക് ഉണ്ടാവും, ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. യെസ്, ഐ ഹോപ്പ് ദി ഐഡിയ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത് നോക്കാം. ഓക്കെ, സ്റ്റെപ്സ് ആയിട്ട്, പക്ഷെ ഓരോ സ്റ്റെപ്പിനെ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈറ്റ് എനർജീനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കെമിക്കലായിട്ട് മാറ്റേണ്ടത്. സോ ആദ്യം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്, ആ എനർജി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റേഷൻ നടക്കും. പിന്നെ ആ എക്സൈറ്റേഷൻ കാരണം, ഓക്കെ, എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി കിട്ടുമ്പോഴത്തേക്കും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് കുറച്ചും കൂടി എക്സൈറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഒരുപാട് കെമിസ്ട്രി ഞാൻ പറയുന്നില്ല. ആ എക്സൈറ്റ് സ്റ്റേറ്റിൽ നിന്ന് പതുക്കെ പതുക്കെ ഈ ഇലക്ട്രോൺസിൻ്റെ എനർജി കളയാനായിട്ടും ഓരോ ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ്
സംഭവിക്കുന്ന ഒരു കാര്യം ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, നമ്മൾ വെള്ളത്തിൻ്റെ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, അന്നേരമാണ് ഓക്സിജൻ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പറയും ഫോട്ടോസിന്തസിസിനകത്ത് നിന്ന് ഓക്സിജൻ പുറത്തേക്ക് നമ്മൾ ഇവോൾവ് ചെയ്യുന്നു. ഓക്കെ, അത് ഈ ഫോട്ടോലിസിസ് നടക്കുന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ് ഫോർമേഷൻ ഓഫ് ഹൈ എനർജി ഇൻറ്റർമീഡിയറ്റ്സ്. ഹൈ എനർജി ഇൻറ്റർമീഡിയറ്റ്സ് ശരിക്കും കെമിക്കൽ കോമ്പൗണ്ട്സ് തന്നെയാണ്. ഓക്കെ, ATP NADPH. ഓക്കെ, സോ ATPയും NADPHും വളരെ എനർജി റിച്ച് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ, യെസ്, നമ്മുടെ ഏറ്റവും കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലത്തെ മോളിക്യൂൾസിലാണ്. റൈറ്റ്, സോ ഈ ATPയിലും NADPHലും എനർജി ഉണ്ടാവും. ഈ എനർജി മോളിക്യൂൾസിനെ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഓക്സിജനെ നമ്മളിവിടെ റിലീസ് ചെയ്യുന്നു, ATPയിലെ NADPHനെ നമ്മളിവിടെ എന്താ പറയുക ഉണ്ടാക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഇനി several protein complexes are involved in the process which are located in the thylakoid membrane. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോസസ്സ് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ മുഴുവൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ് യൂസ് ചെയ്യുക സ്പെസിഫിക് ആയിട്ട്. ഓക്കെ, സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷൻ ആണ്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഒരു സിംഗിൾ തൈലക്കോയിഡ് എടുക്കുകയാണെങ്കിൽ അതിന് മുകളിലായിരിക്കും. The pigments are organized into two discrete photochemical light harvesting complexes called PS1, PS2. ഓക്കെ, സോ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. ഓക്കെ, സോ ഇതൊക്കെ പ്രോട്ടീൻ കോംപ്ലക്സസ് ആണ്. ഓരോന്നും മെംബ്രെയിനകത്ത് എംബെഡ് ആയിരിക്കും. നമുക്കറിയാം മെംബ്രെയിനകത്ത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലെ, നമ്മൾ സ്പോഞ്ചിനകത്ത് കുറേ എന്താ പറയുക സൂചി കുത്തി വെക്കും പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുള്ള മെംബ്രെയിൻ്റെ സ്ട്രക്ചർ. സോ അതിനകത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവാം, ലിപ്പിഡ്സ് ഉണ്ട്, എന്തായാലും ലിപ്പിഡ് ബേസ് ആണ്. ഓക്കെ, ഒരുപാട് പ്രോട്ടീൻസ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് നമ്മൾ വെറൈറ്റി ഉണ്ടാവും. അതേപോലെയുള്ള പ്രോട്ടീൻ കോംപ്ലക്സസ് ആണ് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിനിൽ കാണുന്നത്. ഓക്കെ, സോ ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള രണ്ട് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ് ആണ് നമ്മുടെ ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2. ഓക്കെ, ഫോട്ടോസിസ്റ്റം 1 സ്പെസിഫിക് ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ അബ്സോർപ്ഷൻ മാക്സിമം എന്ന് പറയുന്നത് 700 നാനോമീറ്ററിലാണ്. ഓക്കെ, ആൻഡ് ഫോട്ടോസിസ്റ്റം 2ന്റെ 680 നാനോമീറ്ററിലാണ്. അതായത് ഈ ഒരു വേവ് ലെങ്ത്തിൽ നമ്മൾ വെളിച്ചം കൊടുത്തു കഴിഞ്ഞാലാണ് ഇവ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇതാണ് അവരുടെ മാക്സിമം കപ്പാസിറ്റി. ഓക്കെ, സോ ഫോട്ടോസിസ്റ്റം 1ന്റെ കപ്പാസിറ്റി 700 നാനോമീറ്ററും ഫോട്ടോസിസ്റ്റം 2ന്റെ കപ്പാസിറ്റി 680 നാനോമീറ്ററുമാണ്. ഇതിൽ കൂടുതൽ നമ്മൾ വേവ് ലെങ്ത്തിൽ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വർക്ക് ചെയ്യില്ല. ഓക്കെ, ആസ് ഈസി ആസ് ദാറ്റ്. സോ ഇവിടെ നമ്മൾ ഫോട്ടോസിസ്റ്റം 1, 2 ഉണ്ട്. ഇതിനെ എങ്ങനെ എന്താ പറയുക ലൈറ്റ് റിയാക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ അറിയാം. പിഗ്മെൻറ്റ് മോളിക്യൂൾസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആവശ്യമുള്ള മോളിക്യൂൾസ് ആണ് നമ്മുടെ പിഗ്മെൻറ്റ് മോളിക്യൂൾസ്. ക്ലോറോഫിൽ A ഉണ്ട്, ക്ലോറോഫിൽ B ഉണ്ട്, കാരോട്ടിനോയിഡ്സ് ഉണ്ട്, അതായത് കാരോട്ടീൻസും സാന്തോഫിൽസും ഉണ്ട്. ഓക്കെ, സോ വി ഹാവ് 2 സെറ്റ്സ്. അതായത് ക്ലോറോഫിൽ A ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റിയാക്ഷൻ സെൻറ്റർ. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആക്സസറി പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിരുന്നു. സോ ഈ പിഗ്മെൻറ്റ് മോളിക്യൂൾസ് എല്ലാം കൂടി ചേർന്ന് ഓക്കെ യുണൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. സോ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്നോ അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം എന്നോ വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, സോ LHC അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുമ്പം എല്ലാ എന്താ പറയുക പിഗ്മെൻറ്റ്സ് എക്സെപ്റ്റ് ക്ലോറോഫിൽ A. ക്ലോറോഫിൽ A നമ്മുടെ റിയാക്ഷൻ സെൻറ്ററാണ്, അത് മെയിനാണ്. ഓക്കെ, ബാക്കി നമ്മുടെ ആക്സസറി പിഗ്മെൻറ്റ്സ് എല്ലാവരും ഉണ്ടല്ലോ, ക്ലോറോഫിൽ B ഉണ്ട്, കാരോട്ടീൻസ്, സാന്തോഫിൽസ് എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഫോം ചെയ്തൊരു കോംപ്ലക്സ് ആണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ഓക്കെ, ഇനി ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് അഥവാ ആന്റന. ഓക്കെ, സോ രണ്ടും സെയിം തന്നെയാണ്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിനെ തന്നെയാണ് നമുക്ക് ആന്റന എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ LHC തന്നെയാണ്. ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിന്റെ കൂടെ നമ്മൾ റിയാക്ഷൻ സെന്ററിനെ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോട്ടോ സിസ്റ്റം ഫോം ചെയ്യാൻ പറ്റുന്നത്.
ഓക്കെ. സോ ബാക്കിയുള്ള പിഗ്മെന്റ്സ് എല്ലാം കൂടി ഫോം ചെയ്യുമ്പോൾ ഓൾ പിഗ്മെന്റ്സ് എക്സെപ്റ്റ് ക്ലോറോഫിൽ എ പ്ലസ് പ്രോട്ടീൻസ് നമുക്ക് എഴുതാം. യെസ്, പ്രോട്ടീൻസ് കൂടെ ചേർന്ന് ഫോം ചെയ്യുമ്പോൾ വി ഹാവ് അവർ LHC. ഓക്കെ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ഇനി ഈ പ്രോട്ടീൻ പിഗ്മെന്റ് കോംപ്ലക്സ് ആയിട്ടുള്ള LHCയുടെ കൂടെ നമ്മൾ റിയാക്ഷൻ സെന്ററിനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോട്ടോ സിസ്റ്റം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ കുറേ പ്രോട്ടീൻസും കുറേ പിഗ്മെന്റ്സും എല്ലാം കൂടെ ചേർന്ന് ഒരു ആവിയൽ പരുവം. ഓക്കെ, പക്ഷേ ഇത് നമ്മുടെ ഫോട്ടോ സിസ്റ്റമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. യെസ്, അപ്പോൾ ഈ റിയാക്ഷൻ സെൻറ്റർ ഇസ് ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോ സിസ്റ്റം 1ലും 2ലും ക്ലോറോഫിൽ എയുടെ കപ്പാസിറ്റി വേറെയാണ്. ഓക്കെ, സോ ഇൻ PS1 ദ റിയാക്ഷൻ സെൻറ്ററിൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം വരുന്നത് 700 നാനോമീറ്റർ ആണ്. ഓക്കെ, അവർക്ക് കുറച്ച് കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവും. അതേ സമയത്ത് ഫോട്ടോ സിസ്റ്റം 2ൽ അവരുടെ കപ്പാസിറ്റി 680 നാനോമീറ്ററിലാണ്. ഓക്കെ, സോ ദാറ്റ്സ് കോൾഡ് as P680. പക്ഷേ ഇവരെ നമ്മൾ പേര് ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത് ഈ ഓർഡറിലല്ല, 1 and 2 എന്നുള്ള ഓർഡറിലല്ല, ആക്ച്വലി 2 and 1 എന്നുള്ള ഓർഡറിലാണ്. ഓക്കെ, ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് നമ്മുടെ NCERTയിലുണ്ട്. ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ശരിക്കും കണ്ടുപിടിച്ചതിൻ്റെ ഓർഡറിലാണ്. സോ അവർ PS1-നെയാണ് ആദ്യം കണ്ടുപിടിച്ചത്, അതുകൊണ്ട് അതിനെ 1 എന്ന് പേരിട്ടു. PS2-നെ പിന്നീട് കണ്ടുപിടിച്ചു, സോ 2 എന്ന് പേരിട്ടു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷനിൽ ആദ്യം യൂസ് ചെയ്യുന്നത് PS2-നെയാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബട്ട് യെസ്, സോ ആദ്യം ഇതിനെ ലിങ്ക് ചെയ്യാം നമ്മുടെ NCERT ആയിട്ട്. ഓക്കെ, നിങ്ങളുടെയൊക്കെ NCERT കയ്യിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്, സോ ഫോട്ടോ കെമിക്കൽ ഫേസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ലൈറ്റ് ഭാഗം നമ്മൾ നോക്കുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡാർക്ക് റിയാക്ഷനിലേക്ക് പോകുന്നത്. സോ ലൈറ്റ് റിയാക്ഷൻ നമ്മുടെ ഫോട്ടോ കെമിക്കൽ ഫേസ് ആണ്. ലൈറ്റ് അബ്സോർപ്ഷൻ, വാട്ടർ സ്പ്ലിറ്റിംഗ്, ഓക്സിജൻ റിലീസ്, ഹൈ എനർജി കെമിക്കൽ ഇന്റർമീഡിയറ്റ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ നമ്മുടെ കോംപ്ലക്സസ് ഉണ്ട്. പിഗ്മെന്റ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ്. ഓക്കെ, അതിനകത്താണ് നമ്മുടെ ഫോട്ടോ സിസ്റ്റം 1 and 2 ഉള്ളത്. They are named in the sequence of their discovery. ഞാൻ പറയല്ലേ, അത് കണ്ടുപിടിച്ചതിൻ്റെ ഓർഡറിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നോട്ട് ഇൻ ദ സീക്വൻസ് വെർ ദ ഫങ്ഷൻ ഇസ്. ഓക്കെ, ഞാൻ പറഞ്ഞ രണ്ടാമത്തെയാണ് ആദ്യം വരുന്നത്. സോ അങ്ങനെ LHC is made up of hundreds of pigment molecules bound to proteins. സോ പിഗ്മെന്റ്സും പ്രോട്ടീൻസും കൂടെ ചേർന്നിട്ടാണ് LHC ഉണ്ടാകുന്നത്. ഈ LHCയുടെ കൂടെ നമ്മൾ ക്ലോറോഫിൽ എനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ റിയാക്ഷൻ സെൻറ്ററിനെ ആഡ് ചെയ്യുമ്പോൾ വി ഫോം ദ ഫോട്ടോ സിസ്റ്റം. ഓക്കെ, സോ റിയാക്ഷൻ സെൻറ്റർ ഇസ് ഡിഫറെൻറ്റ്. P700-ൽ 700 നാനോമീറ്റർ ആണ്, P680-ൽ 680 നാനോമീറ്റർ ആണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ സ്ട്രക്ചറാണ്. സോ ഫോട്ടോൺസ് അല്ലെങ്കിൽ ലൈറ്റ് വരുമ്പം ഈ പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ആണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എനർജി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ റിയാക്ഷൻ സെൻറ്റർ വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇലക്ട്രോൺ, ഓക്കെ, സോ ഇവിടെ ഇലക്ട്രോണിൻ്റെ എക്സൈറ്റേഷൻ നടക്കും. ഈ ഡയഗ്രാം അതാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എനർജി യൂസ് ചെയ്ത് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രോൺ ആണ്, പക്ഷേ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒരുപാട് എനർജീനെ അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ. ഓക്കെ, സോ ഇതാണ് ഈ എന്താ പറയുക ഡയഗ്രാമിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇനി ലൈറ്റ് റിയാക്ഷനിൽ 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് പഠിക്കാനുള്ള കാര്യം ഫോസ്ഫോറിലേഷൻ എന്താണ്. ഓക്കെ, സോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ വളരെ എളുപ്പമുള്ള റിയാക്ഷനാണ്. ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുക. ഓക്കെ, പക്ഷേ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചാലോ അഡിഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ്. ഓക്കെ, അതിനാണ് നമ്മൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നത്. റൈറ്റ്, ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കുന്നു. ഓക്കെ, സോ 2 ടൈപ്പ് ഉണ്ട്. നോൺ സൈക്ലിക് ഉണ്ട്, സൈക്ലിക് ഉണ്ട്. ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാം. ഈ സൈക്ലിക് റിയാക്ഷൻസ് എന്താണ്? സൈക്ലിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന അടുത്ത് തന്നെ വന്ന് നിൽക്കും.
ഓക്കെ, സോ നമുക്ക് സൈക്ലിക് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഉണ്ട്. നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാൽ തുടങ്ങിയടുത്തല്ല നിർത്തുന്നത്. ഓക്കെ, ദി ഇലക്ട്രോൺ വിൽ ഗോ ഫ്രം വൺ എൻഡ് ടു ദി അതർ. അത് വേറെ എവിടെയെങ്കിലും പോയി എത്തും. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഓക്കെ, രണ്ടും പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. റൈറ്റ്, ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. കാരണം ഇതാണ് കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത്. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ കൊളാബറേഷൻ വിത്ത് ബോത്ത് ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ഫോട്ടോസിസ്റ്റം 2. ഓക്കെ, സോ നമുക്ക് ഇവിടെ എഴുതി തുടങ്ങിയാലോ ചെറുതായിട്ട്. സോ ഇവിടെ ബോത്ത്, ഓക്കെ, സോ രണ്ടിനെ നമ്മൾ യൂസ് ചെയ്യും. എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. ഇലക്ട്രോൺ റിലീസ്ഡ് ബൈ ദി എക്സൈറ്റഡ് ഫോട്ടോസിസ്റ്റം ഡസ് നോട്ട് റിട്ടേൺ. അതായത് നമ്മൾ എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോൺ പോകുന്നു. ഓക്കെ, എന്തൊക്കെയോ എന്താ പറയുക, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഞാൻ പറഞ്ഞില്ല, ഓരോ ഇലക്ട്രോൺ കാരിയറിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യുമ്പം അങ്ങനെ പാസ്സായി പോകുന്നു. പക്ഷേ ആ ഇലക്ട്രോൺ തിരിച്ചു വരുന്നില്ല. ഓക്കെ, സൈക്ലിക്കൽ അല്ല. സോ പോയ ഇലക്ട്രോൺ പോയത് ടാറ്റ ബൈ, അത് തിരിച്ചു വരില്ല. Okay, so that is why it's called as non-cyclic photophosphorylation. Okay, non-cyclic photophosphorylation പഠിക്കാം. മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് നടക്കുന്നത് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. തൈലക്കോയിഡ് മെംബ്രെയിൻ സിംഗിൾ മെംബ്രെയിൻ ആണ്, ഞാൻ പറഞ്ഞു. ക്ലോറോപ്ലാസ്റ്റ് ആണ് ഡബിൾ മെംബ്രെയിൻ, തൈലക്കോയിഡ് സിംഗിൾ മെംബ്രെയിൻ ആണ്. തൈലക്കോയിഡിൻ്റെ ഉള്ളിൽ തൈലക്കോയിഡിൻ്റെ ല്യൂമൻ ഉണ്ട്. ഓക്കെ, സോ ആ സെമി ഫ്ലൂയിഡ് എന്താ പറയുക ആയിട്ടുള്ള ഏരിയ ഉണ്ട്. പുറത്ത് സ്ട്രോമ ഉണ്ട്. ഓക്കെ, സോ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സെമി ഫ്ലൂയിഡ് ആണ് നമ്മുടെ സ്ട്രോമ. ഈ റിയാക്ഷൻ മുഴുവൻ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് നടക്കുന്നത്. എല്ലാത്തിനെയും ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഡോണ്ട് വറി. ജസ്റ്റ് ഇത് എൻ്റെ കൂടെ വരയ്ക്കുകയാണെങ്കിൽ അത്രയും എളുപ്പമായിരിക്കും. പക്ഷെ നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ എങ്ങനെ നടക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എങ്ങനെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് മാർക്കിങ്സ് ചെയ്യാം. ഇതൊക്കെ എന്താണ്, ഓക്കെ, എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് ഫോട്ടോസിസ്റ്റം 2. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫോട്ടോസിസ്റ്റം 1 എന്നല്ല തുടങ്ങുന്നത്, ഫോട്ടോസിസ്റ്റം 2 നിന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഇലക്ട്രോൺ കാരിയർ നമുക്ക് എഴുതാം. ഇവിടെ നമ്മുടെ ഫിയോഫൈറ്റിനാണ്. ഓക്കെ, ഇത് നമ്മുടെ പ്ലാസ്റ്റോക്വിനോൺ ആണ്. ഇവൻ നമ്മുടെ സൈറ്റോക്രോം B6F ആണ്. ഇവൻ നമ്മുടെ പ്ലാസ്റ്റോസൈനിൻ ആണ്. ഇതാണ് നമ്മുടെ ഫോട്ടോസിസ്റ്റം 1 അല്ലെങ്കിൽ P700. ഓക്കെ, ഇതിനെങ്ങനെ ഓർക്കുക? P680 P700 എങ്ങനെ ഓർക്കുക? PS1 ആകുമ്പം സിംഗിൾ ഡിജിറ്റാ, പിന്നെ അത് കഴിഞ്ഞ് 0 അല്ലേ. ഓക്കെ, 700 PS1. ഓക്കെ, PS2 680, അപ്പോൾ 2 ഡിജിറ്റ് ഉണ്ടല്ലോ. ഓക്കെ, സോ അത് PS2. ഏറ്റവും എളുപ്പമുള്ള വഴി അത് ഓർത്ത് വെക്കാനായിട്ട്. ഓക്കെ, സോ PS1 ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഫെറഡോക്സിൻ ഉണ്ട്. ആൻഡ് ഇത് നമ്മുടെ ATP സിന്തേസ്. ഓക്കെ, സോ ആൾക്കാരൊക്കെ എഴുതി വെച്ചു. ഇനി നമുക്ക് പ്രോസസ്സ് തുടങ്ങാം. ഓൾറൈറ്റ്, പ്രോസസ്സ് തുടങ്ങാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചം ഇട്ടാലോ. ഓക്കെ, സോ നമുക്ക് കുറച്ച് സൺലൈറ്റ് ഉണ്ട്. സൺലൈറ്റ് ഒരേ സമയത്താണ് ഫോട്ടോസിസ്റ്റം 1-ലും 2-ലും എന്താ പറയുക, വെളിച്ചമാണല്ലോ. ഓക്കെ, സോ എല്ലായിടത്തും ഒരേപോലെ ഹിറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ആ ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുന്നു. സോ ഫോട്ടോ സിസ്റ്റംസിനകത്താണ് നമ്മുടെ പിഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ സോ അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ എക്സൈറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇലക്ട്രോൺ പാത്വേ നമുക്ക് നീല കളർ കൊണ്ട് ചെയ്യാം. റൈറ്റ്, സോ ഇവിടെയുള്ള ഇലക്ട്രോൺ എക്സൈറ്റ് ആവുന്നു, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എക്സൈറ്റഡ് ലെവലിലേക്ക് പോകുന്നു. ഓക്കെ, ഈ ഇലക്ട്രോൺ എക്സൈറ്റഡ് ലെവലിലാകുമ്പോൾ ആരെങ്കിലും പിടിക്കണം.
ഓക്കെ, സോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ് നമ്മുടെ ഫിയോഫൈറ്റിൻ. സോ ആദ്യം ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ ഫിയോഫൈറ്റിൻ്റെ കയ്യിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഇപ്പോൾ ഇരിക്കുന്നത്. ഫിയോഫൈറ്റിൻ എന്ത് ചെയ്യും? നൈസായിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും. ഓക്കെ, ശരിക്കും നമ്മൾ പാസിംഗ് ദ പാഴ്സൽ ഗെയിം കളിക്കുന്ന പോലെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇലക്ട്രോൺ എടുക്കുക എന്നിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുക. ഓക്കെ, സോ ആ ഒരു പാത്ത് വേ. സോ ഇലക്ട്രോണിനെ ഫിയോഫൈറ്റിൻ എന്ത് ചെയ്യും? അടുത്തത് പ്ലാസ്റ്റോക്വിനോണിന് കൊടുക്കും. ഓക്കെ, സോ പ്ലാസ്റ്റോക്വിനോൺ വിൽ ഗെറ്റ് ദി ഇലക്ട്രോൺ. ഓക്കെ, ഈ ഇലക്ട്രോൺ എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത ആളെടുത്തേക്ക് പോകും. സൈറ്റോക്രോം B6F. ഓക്കെ, സോ ഇലക്ട്രോൺ പോകുന്നു സൈറ്റോക്രോം B6F-നകത്തേക്ക്. അത് കഴിഞ്ഞ് പ്ലാസ്റ്റോസൈനിൻ്റെ അടുത്തേക്ക് പോകും. ഇവിടെ വരെയുള്ളത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഫ്രം PS2 680 എന്താ പറയുക, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു ഫിയോഫൈറ്റിനിലേക്ക്. ഫിയോഫൈറ്റിൽ നിന്ന് ഇറ്റ് ഗോസ് ഓൺ ടു പ്ലാസ്റ്റോക്വിനോൺ, അവിടെ നിന്ന് സൈറ്റോക്രോം B6F, പിന്നെ പ്ലാസ്റ്റോസൈനിൻ വരെ എത്തുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ ഈ ചേട്ടൻ ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഇനി ഫോക്കസ് ചെയ്യാം PS1. ഓക്കെ, സോ PS1 എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PS2 എപ്പോഴാണോ എക്സൈറ്റ് ആവുന്നത് അതേ സമയത്ത് തന്നെയാണ് PS1 എക്സൈറ്റേഷൻ നടക്കുന്നത്. യെസ്, സൈമൾട്ടേനിയസ് ആയിട്ടാണ് എക്സൈറ്റേഷൻ നടക്കുക. അത് ഓർമ്മ വേണം. ഓക്കെ, PS2 എപ്പോൾ എക്സൈറ്റേഷൻ നടക്കുന്നു അതേ സമയത്താണ്. എനിക്ക് രണ്ട് സ്ഥലത്തും എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ബട്ട് യെസ്, സോ ഇവിടുത്തെ ഇലക്ട്രോണും എക്സൈറ്റഡ് ആണ്. ഓക്കെ, അതാദ്യം പോകുന്നത് ഈ ഫെറഡോക്സിനിലേക്കാണ്. ഓക്കെ, ഫെറഡോക്സിൻ എന്ത് ചെയ്യും? ഫെറഡോക്സിൻ ഈ ഇലക്ട്രോണിനെ കൊടുക്കുന്നു ഒരു എൻസൈമിലേക്ക്. ഓക്കെ, സോ they will give this electron to a reaction, right? ഈ ഇലക്ട്രോണും പിന്നെ കുറച്ച് പ്രോട്ടോൺസും പിന്നെ ഒരു NADP+. ഓക്കെ, ഇത് ഓൾറെഡി എനർജി റിച്ച് മോളിക്യൂൾ ആണ്, പക്ഷെ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഈ NADP+ എന്ന് പറഞ്ഞ മോളിക്യൂളിനെ റെഡ്യൂസ് ചെയ്ത് we will make NADPH. Okay, which is a very important molecule. Yes, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. ഈ മോളിക്യൂളിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം is called FNR. ഓക്കെ, ഇതിന് ഫുൾ ഫോം ഞാൻ വേറെ എവിടെയെങ്കിലും എഴുതി വെക്കാം. സോ മേ ബി കഴിഞ്ഞ സ്ലൈഡ് എഴുതിയാലോ? ഇവിടെ ഞാൻ എഴുതി വെക്കാം. ഓക്കെ, FNR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറഡോക്സിൻ NADP+ റിഡക്ടേസ്. ഓക്കെ, സോ ഫുൾ ഫോം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ഗോ ബാക്ക്. ഓക്കെ, സോ എന്തെങ്കിലും ഇവിടെ ഞാൻ ഷോർട്ട് ഫോംസ് എഴുതാൻ എൻ്റെ ഫുൾ ഫോംസ് ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ എഴുതി തരാം. സോ ദെൻ ഇറ്റ് ബി ഫൈൻ. ഓക്കെ, സോ FNR ഉണ്ട്. NADPH എന്ന് പറഞ്ഞാൽ എനർജി റിച്ച് മോളിക്യൂൾ നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തു. കോൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ PS2 ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്തു, അത് നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അതേ സമയത്ത് PS1 എക്സൈറ്റ് ആയി, ഇതിന്റെ ഇലക്ട്രോൺ പോയി, തിരിച്ചു കിട്ടുന്നില്ല. ഓക്കെ, സോ ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്. യെസ്, ഫോട്ടോസിസ്റ്റം 1 ഇലക്ട്രോണിനെ നമ്മൾ എക്സൈറ്റ് ചെയ്തു, അതിനെ യൂട്ടിലൈസ് ചെയ്തു. സോ ഇവിടെ ദർ ഇസ് എ വേക്കൻസി, ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, സോ ഇതാര് ഫില്ല് ചെയ്യും? അയ്യോ, എൻ്റെ ഇലക്ട്രോൺ പോയി, എനിക്ക് ആരെങ്കിലും ഇലക്ട്രോൺ തരൂ എന്ന് പറയുമ്പം ആരാണ് വരുന്നത്? നമ്മുടെ പ്ലാസ്റ്റോസൈനിന്റെ അടുത്തുള്ള ഇലക്ട്രോണിനെ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ പ്ലാസ്റ്റോസൈൻ ഇലക്ട്രോണിനെ എടുത്തിട്ട് കൊടുക്കുന്നു PS1. റൈറ്റ്? ഓക്കെ, മാം പറഞ്ഞതൊക്കെ ശരിയാ. PS1 ആവശ്യമുള്ളപ്പോൾ പ്ലാസ്റ്റോസൈനിന് ഉണ്ടായിരുന്നു, പക്ഷേ PS2 ആവശ്യമുള്ളപ്പോൾ ആരുണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. ഷ്യൂർ, വിഷമായി പോവല്ലോ. സോ ഇവിടെ PS2 ഇലക്ട്രോൺ എക്സൈറ്റ് ആയി കഴിഞ്ഞ് എന്താ പറയുക, ആ ഇലക്ട്രോണിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ദിസ് ഇസ് ബൈ വി കോൾ ഇറ്റ് ആസ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. കാരണം ആ പോയ ഇലക്ട്രോൺ തിരിച്ചു വരുന്നില്ല. ഓക്കെ, സോ ഇവിടെയും PS2 റീപ്ലനിഷ്മെൻറ്റ് വേണം.
ഓക്കെ, പോയ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാനായിട്ട്, ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് അവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇലക്ട്രോൺസിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ വരുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടാണ്. ഇത് പഠിച്ചു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്നുള്ളത് ആണ് നമ്മുടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ വരിക. ഓക്കെ, സോ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇവിടെ എഴുതുവാണെങ്കിൽ H2O സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തിട്ട് 4H+, 4 electrons and oxygen. ഓക്കെ, സോ ഇവിടെ ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ഈ ഓക്സിജൻ ആണ് നമ്മുടെ ചെടിക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്, നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്നതും ഒക്കെ. ഓക്കെ, സോ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ, photolysis of water. And ഈ electrons, you see this, these electrons can be utilized. ഓക്കെ, സോ ഈ ഇലക്ട്രോൺസിനെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രോൺസിനെ ഫോട്ടോസിസ്റ്റം 2-ൽ ഇലക്ട്രോൺസിനെ റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ. ഓക്കെ, ഫോട്ടോസിസ്റ്റം 1-ന് ഇലക്ട്രോൺസിനെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ പ്ലാസ്റ്റോസൈനിൻ്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, PS2-നകത്ത് നിന്ന്. ബേസിക്കലി PS2-ൻ്റെ ഇലക്ട്രോൺ ആണല്ലോ. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ മാറി മാറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ വാട്ട് എവർ അക്കോർഡിംഗ്ലി, റൈറ്റ്? സോ ഇങ്ങനെ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്പോർട്ട് നമ്മൾ മുഴുവൻ പഠിച്ചു. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി? NADPH ഉണ്ടാക്കി, എനർജി റിച്ച് മോളിക്യൂൾ ആണ്. യെസ്, ഇറ്റ്സ് വാല്യൂബിൾ. അതേപോലെ ഓക്സിജനെ ഉണ്ടാക്കി. ഓക്സിജൻ പ്ലാന്റിന് വാല്യൂബിൾ അല്ല, പക്ഷെ നമുക്ക് വാല്യൂബിൾ ആണ്. ഓക്കെ, ഈ ഓക്സിജനെ അവർ പുറത്തേക്ക് വിടും, ആവശ്യമില്ല അവർക്ക്, ബൈ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അവർക്ക് ആവശ്യമുള്ളത് NADPH ആണ്. പിന്നെ ഒരു ATP കൂടെ ഉണ്ടാക്കാനുണ്ട്. ഓക്കെ, പക്ഷേ അത് നമുക്ക് നോക്കാം. യെസ്, നമ്മൾ നേരത്തെ വരച്ച അതേ സംഭവം തന്നെ ഇത്. ഓക്കെ, സോ ഇത് ഞാൻ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് ഒരു മെംബ്രെയിൻ്റെ മുകളിൽ എങ്ങനെയാണോ തൈലോക്കോയിഡ് മെംബ്രെയിനിൽ നടക്കുന്നത് അതേപോലെ തന്നെ വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം എന്താ? ഈ ഡയഗ്രാം ഞാൻ വരച്ച സാധനം അവർ റിഡോക്സ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എനർജിയുടെ ബേസിസിൽ ഒരു ഗ്രാഫിലിട്ടു. ഓക്കെ, അങ്ങനെയാണല്ലോ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിക്കുന്നവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. യെസ്, സോ ആ എൻറ്റയർ പ്രോസസ്സിനെ ദേ പുട്ട് ഇറ്റ് ഇൻ ടു എ ഗ്രാഫ് ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡോക്സ് പൊട്ടൻഷ്യൽ. ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കൊന്ന് മനസ്സിലായി എനർജിയുടെ ബേസിസിൽ. ഓക്കെ, സോ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവുന്നു. ഓക്കെ, സോ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. പിന്നെ നമ്മുടെ ഓരോ എന്താ പറയുക ഇലക്ട്രോൺ കാരിയറിനെയും അത് പാസ് ചെയ്ത് പോകുമ്പോൾ ഓക്കെ അതിന് എനർജി ചെറുതായി കുറഞ്ഞു വരുന്നു. പിന്നെ PS1-ലേക്ക് പോകുന്നു. ഇവിടെയും ലൈറ്റ് എനർജി ഉണ്ട്. സോ അടുത്ത എക്സൈറ്റേഷൻ നടക്കുന്നു. ഓക്കെ, പിന്നെയും ഇവിടെ എന്താ പറയുക അടുത്ത ഇലക്ട്രോൺ കാരിയറിനകത്തേക്ക് പോകുന്നു. ഇറ്റ് ഗോസ് ഇൻ ടു ഫോമിങ് NADPH. ഓക്കെ, സോ ഇവിടെ കാണിക്കുന്നത് എക്സൈറ്റേഷനും പിന്നെ അതിൻ്റെ എനർജി കുറയുന്നു, എക്സൈറ്റേഷൻ പിന്നെ എനർജി കുറയുന്നു. ഓക്കെ, സോ ഈ ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ N ഷേപ്പാണ്. ഇതിനെയാണ് നമ്മൾ Z സ്കീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് Z സ്കീം എന്ന് വിളിക്കുന്നത്? സിഗ്സാഗ് ഷേപ്പിലായതുകൊണ്ടാണ്. ഓക്കെ, സോ സിഗ്സാഗ് ഷേപ്പിൽ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് കൊണ്ടാണ് അതിനെ Z സ്കീം എന്നും വിശേഷിപ്പിക്കുന്നത്. സോ വി കൻ കോൾ ഇറ്റ് നോൺ-സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ലൈറ്റ് റിയാക്ഷൻ ഓർ Z സ്കീം. എന്തിന്റെ ബേസിസിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് റിഡോക്സ് പൊട്ടൻഷ്യൽ. ഓക്കെ, റിഡോക്സ് പൊട്ടൻഷ്യലിന്റെ ബേസിസിലാണ് നമ്മൾ എന്താ പറയുക ഈ ഗ്രാഫ് വരയ്ക്കുന്നതും ഇതിന്റെ പേര് Z സ്കീം എന്നാക്കുന്നതും. ഓക്കെ, സെയിം ആയിട്ടുള്ള സംഭവം, കാര്യങ്ങളെല്ലാം സെയിം ആണ്, ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഈ എനർജി ഗ്രാഫിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും. ഓക്കെ, സോ ഇത് മെംബ്രെയിനിൽ നടക്കുന്ന പരിപാടി, ഇത് ഗ്രാഫിൽ നടക്കുന്ന പരിപാടി. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല, കുഴപ്പമില്ല. സോ എന്തുകൊണ്ടാണ് Z സ്കീം എന്ന് പേരുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞ പോലെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഓക്കെ, സോ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇലക്ട്രോൺസിനെ നമ്മൾ റിപ്ലനിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു കോംപ്ലെക്സ് ഉണ്ട്. ഓക്കെ, സോ ദർ ഇസ് എ പ്രോട്ടീൻ കോംപ്ലെക്സ് യൂസ്ഡ്. വി കോൾ ഇറ്റ് ആസ് OEC or oxygen evolving complex. Okay, so ഈ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലെക്സ് കാരണമാണ് ഈ H2O നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫോട്ടോലിസിസ് നടക്കുന്നത്.
ഓക്കെ, ഫോട്ടോലിസിസ് വെളിച്ചം കാരണം, വെളിച്ചം വേണം, യെസ്, എന്തായാലും ലൈറ്റ് വേണം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ EOEC വേണം, ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ്. ഓക്കെ, സോ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സും ലൈറ്റും കൂടെ ചേരുമ്പോഴാണ് വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ആവുന്നതും. സ്പ്ലിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോൺസ് അതിനകത്ത് കിട്ടും. പ്രോട്ടോൺസ് എങ്ങോട്ടാണ് പോവുക? യെസ്, അത് നോട്ടീസ് ചെയ്തു നിങ്ങൾ. H+ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് സ്പ്ലിറ്റ് ഇൻടു H+, ഇലക്ട്രോൺസ് ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ പോയി, ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തു. ഈ H+ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ലൂമനകത്താണ്. ഓക്കെ, സോ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഫോം ചെയ്യുന്ന H+ അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ നമ്മൾ ലൂമനിൽ തന്നെ വെക്കും. ഓക്കെ, ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ യെസ്. പിന്നെ നടക്കുന്നത് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇതിൻ്റെ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ ATP ഉണ്ടാക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ല, അഡിഷൻ ഓഫ് ഫോസ്ഫേറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എഴുതാം ഫോട്ടോഫോസ്ഫോറിലേഷൻ, അഡിഷൻ ഓഫ്, ഈ IP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, ഇൻഓർഗാനിക് to form ATP. Adenosine triphosphate. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതിയതാണ്, കുഴപ്പമൊന്നുമില്ല, ATP അറിഞ്ഞാലും മതി. ഓക്കെ, സോ അഡ്നോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ് ADP. 2 ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്തു, ഫോം ചെയ്തു ATP. ATP ഈസ് എ ഹൈലി എനർജി റിച്ച് മോളിക്യൂൾ. ഓക്കെ, നമ്മൾ NADPH ഫോം ചെയ്തപ്പോൾ തന്നെ ATP ഫോം ചെയ്യും. എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. പക്ഷേ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിച്ചു, വാട്ടർ സ്പ്ലിറ്റിംഗ് പഠിച്ചു. ഓക്കെ, ഇനി ഇവിടെ ഇതൊക്കെ സംഭവിക്കുമ്പം കൂടെ സംഭവിക്കുന്ന വേറെ ഒരു കാര്യമുണ്ട്, റൈറ്റ്? ഇലക്ട്രോൺസ് ഇവിടുന്ന് PS2 എക്സൈറ്റഡ് ആയി ഫിയോഫൈറ്റിലേക്ക് പോയി, ഫിയോഫൈറ്റിൽ നിന്ന് പ്ലാസ്റ്റോക്വിനോണിലേക്ക് പോയി, പ്ലാസ്റ്റോക്വിനോണിൽ നിന്ന് സൈറ്റോക്രോം B6F പോയി. ഓക്കെ, ഈ പാത്വേയിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് മാത്രമല്ല വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ എഴുതി വെക്കാം. ഇവിടെ നടക്കുന്ന ഒരു കാര്യം, ഈ പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് സൈഡ് ബിസിനസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണിനെ ഫിയോഫൈറ്റിനകത്ത് നിന്ന് എടുത്ത് സൈറ്റോക്രോം B6F കൊടുക്കുന്നു. പക്ഷെ അതേ സമയം, ഓക്കെ, എക്സാക്ട്ലി അതേ സമയത്ത് സ്ട്രോമയിൽ നിന്നും, ഓക്കെ, സോ സ്ട്രോമയിൽ ഇമാജിൻ കുറച്ച് H+ ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ H+ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സോ യെസ്, ഇവിടെ നമ്മുടെ H+ ഒക്കെ ഉണ്ട്. ഈ H+നെ സ്ട്രോമയിൽ നിന്നും നൈസായിട്ട് ക്യാരി ചെയ്ത് ലൂമനിലേക്ക് കൊണ്ടുവന്ന് വിടും. ഓക്കെ, സോ പ്ലാസ്റ്റോക്വിനോണിന് 2 റോൾ ഉണ്ട്, ഡബിൾ റോൾ ഉണ്ട്. വൺ ഈസ് ഇലക്ട്രോൺ കാരിയർ. ഓക്കെ, സോ ഫിയോഫൈറ്റിൽ നിന്ന് സൈറ്റോക്രോം B6F ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്നു. അതേ സമയത്ത് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാരീസ് എ പ്രോട്ടോൺ. എവിടുന്ന്? സ്ട്രോമയിൽ നിന്നും ലൂമനിലേക്ക്. ഓക്കെ, സോ ആരോമാർക്ക് ഇങ്ങോട്ടേക്കാണ്. സോ സ്ട്രോമയിൽ നിന്ന് വരുന്ന H+നെ അവർ ക്യാരി ചെയ്യുന്നത് ലൂമനിലേക്ക്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ ഫങ്ഷൻ ഓഫ് ഇറ്റ്. എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷനാണ്. എപ്പോഴൊക്കെ ഇലക്ട്രോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു സൈഡ് ബൈ സൈഡായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ തുമ്മുമ്പോൾ കണ്ണടക്കില്ലേ? ഓക്കെ, ഇറ്റ്സ് എൻ ഇൻവോളണ്ടറി റിയാക്ഷൻ. അതേപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, സോ പ്രോട്ടോൺസിനെ നമ്മൾ ലൂമനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. യെസ്, സോ ആദ്യം നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പഠിച്ചു, ഇവിടെ വരെ പ്ലാസ്റ്റോസൈൻ വരെ പഠിച്ചു, പിന്നെ PS1 പഠിച്ചു, പിന്നെ ഇവിടെ കണക്ഷൻ നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, NADPH നമ്മൾ ഫോം ചെയ്തു, ഇവിടെ നമ്മൾ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ കണക്ട് ചെയ്തു, കാരണം ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മൾ ഇവിടെ ഇതിനെ കണക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഈ പ്രോട്ടോൺ ട്രാൻസ്ഫർ. ഇതും കഴിഞ്ഞു. ഇനി എന്താ പഠിക്കാനുള്ളത് നോക്കാം. എനിവേസ്, ഇതുവരെ പഠിച്ചത് നമുക്ക് NCERT ബേസ് ചെയ്തൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ ഫോട്ടോ സിസ്റ്റം 2 റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ A ആണ്, 680 നാനോമീറ്റർ ആണ്. ഓക്കെ, causing electrons to become excited, jump into an orbit further from the atomic nucleus. Obviously, so ground state in excited state ലേക്ക് jump ചെയ്യുന്നു.
They are picked up by electron acceptor. So നമ്മുടെ ഫിയോഫൈറ്റിൻ ചില ബുക്കിൽ ഫിയോഫൈറ്റിൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ഡയറക്റ്റ് ആയിട്ട് എന്താ പറയുക പ്ലാസ്റ്റോക്വിനോൺ ആയിരിക്കും. ദാറ്റ്സ് ഫൈൻ. വിച്ച് പാസസ് ദം ടു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. സോ ആ ഫുൾ സിസ്റ്റമിലേക്ക് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. മൂവ്മെന്റ് ഇസ് ഡൗൺ ഹിൽ. ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ സ്കെയിലിൽ ഡൗൺ ഹിൽ ആണ്. ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ താഴോട്ടാണ്. കാരണം ഓരോ പ്രാവശ്യം ഇലക്ട്രോൺ കാരിയറിനെ മീറ്റ് ചെയ്യുമ്പോഴും അവർ എനർജി കുറച്ചായിട്ട് കുറയും. ഓക്കെ, സോ ഇറ്റ് ഗോസ് ഡൗൺ ഹിൽ. സോ എക്സൈറ്റഡ് ആയിരുന്നു, പിന്നെ താഴോട്ട് പോയി, പിന്നെയും എക്സൈറ്റഡ് ആയി. ഓക്കെ, സോ പിന്നെ PS1 അറ്റ് ദ സെയിം ടൈം റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് റിസീവ് ചെയ്തപ്പം അതേപോലെ തന്നെ എക്സൈറ്റഡ് ആയി ഇലക്ട്രോൺ. ഓക്കെ, പിന്നെ ടു അനദർ എക്സെപ്റ്റർ അറ്റ് എ ഗ്രേറ്റർ റിഡോക്സ് പൊട്ടൻഷ്യൽ. ഓക്കെ, പിന്നെ എന്താ പറയുക ഇറ്റ് ഫോംസ് ദ NADH അല്ലെങ്കിൽ എനർജി റിച്ച് മോളിക്യൂൾ. ഓക്കെ, NADPH മോളിക്യൂൾ. This whole scheme starting from PS2 uphill to the acceptor, down the electron transport, okay, excitation to another acceptor, and finally downhill to NADP. It's called as a Z scheme. Okay, താഴേന്ന് മുകളിലേക്ക്, പിന്നെ താഴോട്ട്, പിന്നെ മുകളിലേക്ക്. So this is entirely called as Z scheme കാരണം zigzag ആയിട്ട് പോകുന്നതുകൊണ്ട്. Okay, due to the characteristic shape. പക്ഷേ ഇത് എപ്പോഴാണ് റിഡോക്സ് പൊട്ടൻഷ്യൽ സ്കെയിലിൽ നമ്മൾ ഗ്രാഫ് ഇടുമ്പോഴാണ് നമ്മൾ Z സ്കീം കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ Z ഷേപ്പിലൊന്നും അല്ല. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഉണ്ട്. സോ എങ്ങനെയാണ് PS2 ഇലക്ട്രോൺസിനെ കിട്ടുന്നത്? ദാറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഇലക്ട്രോൺസ് അവൈലബിൾ ടു സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഓക്കെ, സോ ഇവിടെ 2H2O 4H+ ഓക്സിജൻ ആൻഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ H+ എവിടെയാണ്? നമ്മുടെ ലൂമനിലായിരിക്കും. ഓക്സിജനെ അവർ ഇവോൾവ് ചെയ്യും, ഇലക്ട്രോൺസിനെ അവർ യൂസ് ചെയ്യും. Okay, so you see all the protons and oxygen formed in the lumen or on the outer side. So എല്ലാം നമ്മുടെ ലൂമനിലാണ്. ഓക്സിജൻ അങ്ങനെ ക്യാരി ചെയ്ത് പോയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതുവരെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോ മനസ്സിലായോ എന്നറിയാനായിട്ട് കുറച്ച് PYQs. ഓക്കെ, ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് PYQs ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ലൈവ് ചാറ്റിൽ ഇടാം, എവിടെയാണെങ്കിലും. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചാലും മതി. ബട്ട് യെസ്, നമുക്ക് നോക്കാൻ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നുള്ളത്. റൈറ്റ്, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ലൈറ്റ് റിയാക്ഷൻ പ്ലാസ്റ്റോക്വിനോൺ ഫെസിലിറ്റേറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം. സോ പ്ലാസ്റ്റോക്വിനോണിൻ്റെ പണി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PS1 to NADP+, PS1 to ATP synthase, PS2 to cytochrome B6 complex, cytochrome B6 complex to PS1. ഓക്കെ, സോ പ്ലാസ്റ്റോക്വിനോൺ ഇവിടെ ഇതിൻ്റെ എവിടെയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫ്രം വാട്ട് ടു വാട്ട്. ബേസിക്കലി നമുക്ക് ഇവിടെ നോക്കാം. സോ പ്ലാസ്റ്റോക്വിനോൺ എന്താ ചെയ്യുന്നത്? ഫിയോഫൈറ്റിനകത്ത് നിന്ന് സൈറ്റോക്രോം B6F പക്ഷെ നമ്മുടെ ഓപ്ഷൻസിനകത്ത് ഫിയോഫൈറ്റിൻ ഉണ്ടോ? ഇല്ല. പക്ഷെ PS2 സൈറ്റോക്രോം B6F എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. സോ വിൽ ഗോ ഫോർ ദാറ്റ് ഓപ്ഷൻ. ഓക്കെ, PS2 to cytochrome B6F complex. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, നീറ്റിൽ ചോദിച്ചതാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫോട്ടോസിന്തസിസ് ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ. ഓക്കെ, സോ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ലൈറ്റ് ഇൻഡിപെൻഡൻറ്റിനെ നമുക്ക് ഡാർക്ക് റിയാക്ഷൻ എഴുതാലോ. ഓക്കെ, ഡാർക്ക് റിയാക്ഷൻ ശരിക്കും എവിടെയാണ് നടക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, തൈലക്കോയിഡിന്റെ ലൂമൻ, ഫോട്ടോസിസ്റ്റം 1, ഫോട്ടോസിസ്റ്റം 2, സ്ട്രോമൽ മാട്രിക്സ് എവിടെയാണ് നടക്കുക? സോ നമ്മൾ പഠിച്ചു ലൈറ്റ് റിയാക്ഷൻ ആണ് നമ്മുടെ തൈലക്കോയിഡിലും എന്താ പറയുക ഫോട്ടോസിസ്റ്റംസും ഒക്കെ ആയിട്ട് റിലേറ്റഡ്. ഓക്കെ, ഇതെല്ലാം ലൈറ്റ് റിയാക്ഷൻ ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ആകെ ഒന്നുള്ള ലൈറ്റ് റിയാക്ഷൻ ആയിട്ട് റിലേറ്റഡ് അല്ലാത്തത് അത് നമ്മുടെ സ്ട്രോമയാണ്. ഓക്കെ, സോ സ്ട്രോമൽ മാട്രിക്സിലാണ് വി ഹാവ് ആ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. സി രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, സോ ഡോണ്ട് വറി. സോ നമ്മുടെ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ പഠിച്ചു, എന്നാലും ATP ഉണ്ടാക്കിയില്ല. എനിക്കറിയാം ATP ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഓക്കെ, ATP നമുക്ക് ഉണ്ടാക്കാം. ബട്ട് അതിന് മുമ്പ് നമുക്ക് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പഠിക്കാം കേട്ടോ. സൈക്ലിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റിലീസ് ചെയ്ത ഇലക്ട്രോൺ, ഓക്കെ, നമ്മൾ എവിടെ നിന്നാണോ റിലീസ് ചെയ്ത ഇലക്ട്രോൺ തിരിച്ച് റിലീസ് ചെയ്തെടുത്ത് തന്നെ വരും. ഓക്കെ, അതാണ് സൈക്ലിക്. സോ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുക എന്നുള്ളതാണ്. അപ്പം ഇവിടുന്ന് എന്താ നമുക്ക് കിട്ടുക? ഫസ്റ്റ് ഓഫ് ഓൾ
ഈ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എവിടെയാണ് നടക്കുക അതറിയണമല്ലോ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ മേജർലി ഹാപ്പൻസ് ഇൻ ദ സ്ട്രോമൽ ലാമെല്ലേ. ഓക്കെ, എവിടെ നടക്കുക? നമ്മൾ പഠിച്ചു ഗ്രാന ഉണ്ട്, സ്ട്രോമൽ ലാമൽ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻസ് ഉണ്ടെന്നാണ് പഠിച്ചത്, അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് തൈലക്കോയിഡ്സ് ഉണ്ടെന്നാ. ഗ്രാന എന്ന് പറയുമ്പോഴത്തേക്ക് അടിക്കടിക്ക് വെച്ചതും പിന്നെ കണക്ട് ചെയ്യുന്ന സ്ട്രോമൽ ലാമലയും. സോ സ്ട്രോമൽ ലാമലിലാണ് യൂഷ്വലി സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ നോൺ സൈക്ലിക് ആണ് നമ്മുടെ ഗ്രാനയിൽ നടക്കുന്നത്. റൈറ്റ്. സോ ഫസ്റ്റ് തിങ് ഇസ് ലൊക്കേഷൻ. യു ഹാവ് ടു നോ ദ സ്പെസിഫിക് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സൈക്ലിക് വരയ്ക്കാം. ഓക്കെ, സോ ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ വരയ്ക്കാം, നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ഇവിടെ ഞാൻ ഫുൾ നെയിംസ് എഴുതുന്നില്ല. ഓക്കെ, ഷോർട്ടായിട്ട് എഴുതുന്നുള്ളൂ. ഓക്കെ, ഫ്യൂഫൈറ്റിൻ ഉണ്ട്, പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്, സൈറ്റോക്രോം P6F ഉണ്ട്, പ്ലാസ്റ്റോസൈനിൻ ഉണ്ട്, ഫോട്ടോസിസ്റ്റം 1 ഉണ്ട്, ഫെറഡോക്സിൻ ഉണ്ട്. ആരാ മിസ്സിങ്? നമ്മുടെ ഫോട്ടോസിസ്റ്റം 2 കാണുന്നില്ല. യെസ്, സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? സോ നോക്കാം. റൈറ്റ്, ആദ്യം എക്സൈറ്റേഷൻ ആണല്ലോ, ലൈറ്റ് എനർജി വേണം. ലൈറ്റ് എനർജി ഫോട്ടോസിസ്റ്റം 2 ഇല്ല. അപ്പം നമുക്ക് ആരെ എക്സൈറ്റ് ചെയ്യാൻ പറ്റുക? ആകെ ഫോട്ടോസിസ്റ്റം 1 മാത്രം നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, നമുക്ക് ഫോട്ടോസിസ്റ്റം 1 എക്സൈറ്റ് ചെയ്യാം. ഓക്കെ, ഇലക്ട്രോൺ ഉണ്ട്, അത് എക്സൈറ്റഡ് ആയി. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗോൺ ടു എ ഹയർ റിഡോക്സ് പൊട്ടൻഷ്യൽ. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഫെറഡോക്സിലേക്ക് വിടാം, കുഴപ്പമില്ല. ഓക്കെ, യൂഷ്വലി അങ്ങനെയാണല്ലോ നടക്കുന്നത്. സോ ഫെറഡോക്സിലേക്ക് വിട്ടു, ഇലക്ട്രോൺ അവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യും? NADPH ഉണ്ടാക്കണ്ടേ? അപ്പം എൻസൈം വേണ്ടേ? FNR വേണം. ഫെറഡോക്സിൻ NADP റിഡക്ടേസ് എൻസൈം വേണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നിടത്ത് ഈ എൻസൈം ഇല്ല. ഫോട്ടോസിസ്റ്റം 2 പുഫ് പോയ പോലെ തന്നെ ആ എൻസൈം പുഫ് പോയി, ഇല്ല. ഓക്കെ, സോ ഇൻ സ്ട്രോമൽ ലാമിൽ യു ഡോണ്ട് ഹാവ് ദാറ്റ് എൻസൈം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? NADPH ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇലക്ട്രോണിനെ ഫെറഡോക്സിൻ പറയും എനിക്ക് വേണ്ട ഈ സാധനം എന്ന് പറഞ്ഞിട്ട് നേരെ ഫിയോഫൈറ്റിലേക്ക് കൊടുക്കും. എന്നിട്ട് പറയും എനിക്ക് വേണ്ട. ഫിയോഫൈറ്റിൻ പറയും ശരി ആയിക്കോട്ടെ, അടുത്ത ആൾക്ക് കൊടുക്കാം. അടുത്ത ആൾ ശരി ആയിക്കോട്ടെ, സൈറ്റോക്രോമിലേക്ക് കൊടുക്കാം. സൈറ്റോക്രോം പറയും അടുത്ത കൊടുക്കാം. ഇതൊക്കെ ശീലമാണല്ലോ ഇവർക്ക്. ദേ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് വെയർ ദി ഇലക്ട്രോൺ ഇസ് കമ്മിങ് ഫ്രം. ഒന്നെങ്കിൽ PS2 എന്ന് വരും, അല്ലെങ്കിൽ ഫെറഡോക്സിൻ. ഇറ്റ് ഡസന്റ് മാറ്റർ ഫോർ ദം. ഓക്കെ, പ്ലാസ്റ്റോസൈൻ പറയും ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കൊടുക്കും. സൈക്കിൾ കംപ്ലീറ്റ് ആയോ? യെസ്, എക്സാക്ട് ആയിട്ടുള്ള ഇലക്ട്രോൺ ഫെറഡോക്സിന്റെ നേരെ പോയത് ഫിയോഫൈറ്റിനിലേക്ക്. ഓക്കെ, പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്, സൈറ്റോക്രോം B6F, പ്ലാസ്റ്റോസൈനിൻ തിരിച്ച് PS1 PS1 എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോൺ ആണ്, പോയി കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ എത്തി, സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ എത്തി. ഓക്കെ, സോ ദിസ് ഇസ് യുവർ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. എന്തൊക്കെയാ വേറെ വ്യത്യാസങ്ങൾ? സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ കാണുന്നുണ്ടോ? ഇല്ല. PS2 കാണുന്നുണ്ടോ? ഇല്ല. NADPH ഫോർമേഷൻ കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഈ പരിപാടി? ഒന്നും ഫോം ചെയ്യുന്നില്ലെങ്കിൽ. ഓക്കെ, ഇവിടെ നടക്കുന്നൊരു സംഭവമുണ്ട്, അത് ഞാൻ എഴുതാം. എന്തൊക്കെ സംഭവിച്ചാലും ഈ H+ ക്യാരിയിങ് ഉണ്ടല്ലോ, അത് നടക്കും. ഓക്കെ, പ്ലാസ്റ്റോക്വിനോൺ, കാരണം പ്ലാസ്റ്റോക്വിനോണിന് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോൺ ക്യാരി ചെയ്യുമ്പോൾ അതേ സമയത്ത് ഞാൻ പ്രോട്ടോണിനെ ക്യാരി ചെയ്യും ഫ്രം ദ സ്ട്രോമ ടു ദ ലൂമൻ. അതെന്ത് സംഭവിച്ചാലും നടക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ NADPH ഫോം ചെയ്യില്ല, ഓക്സിജനും ഫോം ചെയ്യില്ല.
ATP സിന്തേസ് ഉണ്ട്, സോ ഡെഫിനറ്റ്ലി ATP ഫോം ചെയ്യും. പക്ഷേ എങ്ങനെയാണ് ATP ഫോം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബട്ട് അതിന് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പഠിച്ചല്ലോ, സൈക്ലിക് എന്താണ് നോൺ സൈക്ലിക് എന്താണെന്ന് പഠിച്ചല്ലോ. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തത്, സോ അങ്ങനത്തെ ഡിഫറൻസസ് ആദ്യം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, സോ നോൺ സൈക്ലിക് വേഴ്സസ് സൈക്ലിക് നമുക്ക് എളുപ്പത്തിലൊരു ഒരു 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 ഐഡിയ ഉണ്ടാക്കിയാലോ. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോൺ സൈക്ലിക് എഴുതാം. ആൻഡ് ഈ സൈഡിൽ സൈക്ലിക് എഴുതാം. റിലേറ്റഡ് പോയിന്റ്സ് തന്നെ എഴുതാം. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് ഇവിടെ ബോത്ത് PS1 and PS2. Okay, and ഇവിടെ only photosystem 1. 2 കാണുന്നില്ല. അടുത്ത ഡിഫറൻസ് occurs takes place in grana. Okay, ഇത് സ്ട്രോമൽ ലാമെല്ലയിൽ. അടുത്ത ഡിഫറൻസ് ഇവിടുത്തെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? NADPH, ATP, ഓക്സിജൻ. ഓക്കെ, ഇവിടെ ഫോം ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഓൺലി ATP. അടുത്ത ഡിഫറൻസ് no FNR. ഇവിടെ FNR present. അടുത്ത ഡിഫറൻസ് no splitting of water. അല്ല, ഇവിടെ അല്ലല്ലോ, ഇവിടെയാണല്ലോ. ഇവിടെ FNR present. ഇവിടെ no FNR. Sorry, my bad. Okay, splitting of water എന്താ പറയുക, നോൺ സൈക്ലിക്കിൽ നടക്കും, സൈക്ലിക്കിൽ no splitting of water. ഓക്കെ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രണ്ട് സ്ഥലത്തും ATP ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് രണ്ട് സ്ഥലത്തും ഫോട്ടോസിസ്റ്റം 1 ഉണ്ട്. ബാക്കിയെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നോൺ സൈക്ലിക്കിൽ ഇലക്ട്രോൺ പോയതാണ്, തിരിച്ചു കിട്ടില്ല. സൈക്ലിക്കിൽ ഇലക്ട്രോൺ തിരിച്ചു കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ്. ഇനി നമുക്ക് പഠിക്കാം ATP ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഉണ്ട്. ബട്ട് അതിനു മുമ്പ് ഈ സൈക്ലിക്ക് മനസ്സിലാകാൻ നോക്കിയാലോ. ഓക്കെ, റൈറ്റ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഗ്രാനാ ലാമെല്ലെ ഹാവ് ബോത്ത്. ഗ്രാനാ ലാമെല്ലെ എന്ന് പറഞ്ഞാൽ ഗ്രാന ആണ് കേട്ടോ. ഹാവ് ബോത്ത് PS1, PS2. Cyclic photophosphorylation involves both PS1 and PS2. Both ATP and NADPH plus are synthesized during non-cyclic photophosphorylation. പിന്നെ stromal lamellae have PS1 only and lack NADP reductase. NADP reductase ആണ് നമ്മുടെ FNR. ഓക്കെ, ഇതിനകത്ത് ഏതായിരിക്കും ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? റൈറ്റ്. സോ ഗ്രാനാ ലാമെല്ലാe ഹാവ് ബോത്ത് PS1, PS2 ഉണ്ട്, രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. സോ ദിസ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സൈക്ലിക്കിനകത്ത് രണ്ടും ഉണ്ടോ? ഇല്ല. സൈക്ലിക്കിനകത്ത് ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഉള്ളൂ, ഫോട്ടോസിസ്റ്റം 2 ഇല്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. ബോത്ത് ATP and NADPH synthesized during non-cyclic. Yes, non-cyclicൽ രണ്ടും ഉണ്ടാവും, സൈക്ലിക്കിലാണ് ഓൺലി ATP. സ്ട്രോമയിൽ PS1 മാത്രമാണോ? യെസ്, സ്ട്രോമ ലാമെല്ലയിലാണ് PS1 ഉള്ളത്. അതുകൊണ്ടാണ് സ്ട്രോമ ലാമെല്ലയിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ B ആണ്. ഗോട്ട് ഇറ്റ്?
ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ ഇത്രയും പ്രോസസ്സിനകത്ത് നമ്മൾ ATP എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം ഡീറ്റെയിൽസ്. ATP ഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കെമിയോസ്മോസിസ് എന്താണ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അക്രോസ് എ മെംബ്രെയിൻ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസിനെ ഓക്കെ അതിൻ്റെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളിടത്തു നിന്ന് കുറവുള്ള കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുക. ഡിഫ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓസ്മോസിസ് പഠിച്ചിട്ടുണ്ട്, വെള്ളത്തിൻ്റെ ഓസ്മോസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ വെള്ളം ഉള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്കാണ് ഒഴുക്ക് ഉണ്ടാവുക, ഫ്ലോ ഉണ്ടാവും. യെസ്, ദാറ്റ്സ് കോൾഡ് ആസ് ഓസ്മോസിസ്. അതൊരു മെംബ്രെയിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഓസ്മോസിസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇവിടെ മെംബ്രെയിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. ഓക്കെ, സോ ഈ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ATP ഫോർമേഷൻ നടക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് മെംബ്രെയിൻ, ഓക്കെ, പ്രോട്ടോൺ പമ്പ്, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ആൻഡ് ATPs. എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, സോ മെംബ്രെയിൻ എന്താ ഉള്ളത് നമ്മുടെ കയ്യിൽ? തൈലക്കോയിഡ് മെംബ്രെയിൻ ഉണ്ടല്ലോ. ഓക്കെ, ആൻഡ് ഈ തൈലക്കോയിഡ് മെംബ്രെയിന് കട്ടോ എന്താ പറയുക ഓട്ടയോ പൊട്ടലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി ഇൻടാക്ട്. എന്നാലേ എന്താ പറയുക കൂടുതൽ കോൺസെൻട്രേഷൻ കുറവ് കോൺസെൻട്രേഷൻ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻടാക്ട് ആയിരിക്കണം, ഫുൾ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, മെംബ്രെയിനിൽ ഒരിക്കൽ പോലും കീറലോ പൊട്ടലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇൻടാക്ട് മെംബ്രെയിൻ വേണം. ഓക്കെ, നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, പ്രോട്ടോൺ പമ്പ്, അതായത് നമ്മുടെ H+നെ ക്യാരി ചെയ്യാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താ പറയുക തള്ളി വിടാനുള്ള ഒരു പ്രോട്ടോൺ പമ്പിനെ വേണം. എവിടെയോ പഠിച്ച പോലെ ഓർമ്മയുണ്ടാവുമോ? യെസ്, അതിനാണ് നമ്മുടെ പ്ലാസ്റ്റോക്വിനോൺ. ഓക്കെ, സോ പ്ലാസ്റ്റോക്വിനോൺ എന്ത് ചെയ്യും? H+ കാരിയർ ആണത്. ഫ്രം stroma to lumen. Yes, സ്ട്രോമയിൽ നിന്ന് ലൂമനിലേക്ക് H+നെ ക്യാരി ചെയ്യുന്ന ആരാണ്? നമ്മുടെ പ്ലാസ്റ്റോക്വിനോൺ. സോ പ്രോട്ടോൺ പമ്പ് ചെക്ക്. അടുത്ത ആളെന്താണ്? പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. ഓക്കെ, സോ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഓക്കെ, സോ ഇതിനു വേണ്ടി ടു അണ്ടർസ്റ്റാൻഡ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഞാൻ തിരിച്ചു പോവുകയാണ് നോൺ-സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷനിലേക്ക്. കുറച്ച് ദൂരം പോകണം, പക്ഷെ സാരമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. I will tell you about say 2-3 instances. ഓക്കെ, സോ 2-3 എക്സാമ്പിൾ പറഞ്ഞുതരാം എവിടെയാണ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് തിങ്. ഓക്കെ, there are 3 points. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ച് കേട്ടോളാം. It is there in the NCERT. Okay, so listen to me very carefully. First point, photolysis of water നടക്കുമ്പോൾ. ഓക്കെ, സോ വെൻ ദർ ഇസ് ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ, ഈ H+ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ H+ ലൂമനിലായിരിക്കുക. ബാക്കിയൊക്കെ മൂവ് ചെയ്താലും ദിസ് H+, ഓക്കെ, 4H+ വിൽ സ്റ്റേ ഇൻ ദ ലൂമൻ. റൈറ്റ്, സോ ഇവിടെ സോ ഓട്ടോമാറ്റിക്കലി സ്ട്രോമേനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഇവിടെ ലൂമനിലുണ്ട്. Got it? So photolysis of water is giving us a lot of protons in the lumen. That's number 1. Number 2, plastoquinone. Okay, plastoquinone എന്ത് ചെയ്യുന്നു? ഈ H+നെ നമ്മുടെ സ്ട്രോമയിൽ നിന്നും ലൂമനിലേക്കാണ് കൊണ്ടുപോകുന്നത് ബൈ ഡിഫോൾട്ട്. ഓക്കെ, സോ പിന്നെയും ലൂമൻ എന്താ പറയുക, ഓൾറെഡി എന്ത് H+ ഉണ്ട്, കൂടുതലുണ്ട്. അഗൈൻ ദേ ബ്രിങ്ങിങ് ഇൻ സ്ട്രോമയിൽ നിന്ന് പിന്നെയും ലൂമനിലേക്ക് എന്താ പറയുക കൂടുതൽ H+നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. സോ സ്ട്രോമയിൽ കോൺസെൻട്രേഷൻ ലോ, ലൂമനിൽ കോൺസെൻട്രേഷൻ ഹൈ H+ൻ്റെ ഓൾറെഡി. ഓക്കെ, സോ ഇപ്പം ഓൾറെഡി ലൂമനിൽ തിരക്കാം. സ്ട്രോമയിലാണെങ്കിലോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സ്ട്രോമ? സ്ട്രോമയിലുള്ള H+നെ ദേ ആർ യൂട്ടിലൈസിങ്. ഓക്കെ, NADPH ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ NADP+ന്റെ റിഡക്ഷൻ റിയാക്ഷനിൽ ദേ ആർ യൂസിങ് H+. അപ്പം അവിടെ ഉണ്ടായിരുന്ന H+ഉം കൂടെ അവർ യൂസ് ചെയ്ത് തീർക്കുക. അപ്പം എന്താ പറ്റുന്നത്? സ്ട്രോമയിൽ ഇപ്പം H+ ഇല്ല,
ഓക്കെ, സ്ട്രോമയിലെ H പ്ലസ് എല്ലാം NADPH ഫോർമേഷന് യൂസ് ചെയ്തു. ഈ പ്ലാസ്റ്റിക്കുനോൺ എല്ലാം എടുത്ത് ലൂമനിൽ കൊണ്ട് ഇട്ടു. ലൂമനിലാണെങ്കിലോ പ്ലാസ്റ്റിക്കുനോൺ വഴിയുള്ള എന്താ പറയുക H പ്ലസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഫോട്ടോലിസിസിൽ നിന്ന് H പ്ലസ് കിട്ടുന്നുണ്ട്. 3 ways that is causing this proton gradient. So lumenil there is high concentration of H plus. Okay, so adum kelalo high concentration of H plus. Okay, stromil korva low concentration ആണ്. Okay, ഞാൻ എഴുതുന്നില്ല, എഴുതിയ സ്ഥലമില്ല. Okay, so high concentration of H plus ഉണ്ട്. സ്ട്രോമയിൽ ലോ കോൺസെൻട്രേഷൻ ആണ്. ദിസ് ഈസ് കോൾഡ് ആസ് ദ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ്. ഒരു ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്തല്ലോ, ഒരു സ്ഥലത്ത് കൂടുതൽ ഒരു സ്ഥലത്ത് കുറവായിട്ട് ക്രിയേറ്റ് ചെയ്തു. നൗ ഇറ്റ് ഹാസ് ടു മൂവ്, റൈറ്റ്? ഇറ്റ് ഹാസ് ടു മൂവ്. സോ ഗെറ്റിംഗ് ബാക്ക്, സൈക്ലിക്കിലും ഉണ്ട് കേട്ടോ സെയിം തിങ്. ഓക്കെ, ബിക്കോസ് ഈ പക്ഷേ സൈക്ലിക്കിൽ വേറെ ഒന്നുമില്ല. ദർ ഇസ് നോ NADPH ഫോർമേഷൻ, ദർ ഇസ് നോ ഫോട്ടോലിസിസ്. ബട്ട് ഈ പ്രോട്ടോൺ കാരിയർ കൊണ്ട് മാത്രം വി ഹാവ് ഹൈ കോൺസെൻട്രേഷൻ H plus. Okay, because of proton carrier only. പക്ഷെ എന്നാലും gradient is being created, so no problem. ഇവിടെയും ATP formation ഉണ്ടാവും. Okay, so proton gradient created, yes. എന്തൊക്കെയാണ്? First point, splitting of water. Okay, second point, proton carrier. Okay, carrier കാരണം it's creating a proton gradient. മൂന്നാമത്തെ point, NADP reduction. Okay, these are the 3 reasons that create the proton gradient. So ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് proton gradient create ആവുന്നത്. So it's created. Okay, so membrane ഉണ്ട്, tick. Proton pump, tick. Proton gradient created, tick. ഇനിയുള്ളത് ATPase. Okay, ATPase അല്ലെങ്കിൽ ATP synthase is an enzyme which makes ATP. As simple as that. Okay, so enzyme ആണ് ATP നെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഡബിൾ റോൾ ഉണ്ട്. Okay, so ATPase എന്ന് പറയുന്ന എൻസൈമിനകത്ത് generally it has 2 parts. Okay, ഒരു F0 F1 കോംപ്ലക്സ് ആണ്. Okay, so F0 എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ it transports H plus. Okay, ഈ F1 ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ make ATP. രണ്ടുപേർക്കും രണ്ട് പണിയുണ്ട്, ജോലി ചെയ്യാനുണ്ട്. Okay, so ATP is an enzyme which has F0 and F1 complex. Okay, so F0 കോംപ്ലക്സിൽ എന്താ ചെയ്യുക? H പ്ലസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പരിപാടിയുള്ള. Okay, എങ്ങോട്ടാണ്? From lumen to stroma. Okay, and F1 ന്റെ പരിപാടി എന്താണ്? To make ATP. രണ്ടുപേരും കൂടെ ചേർന്നിട്ട് what they'll do, they'll transfer H plus and make ATP at the same time. Okay, so you see, ഇതൊക്കെയാണ് റിക്വയർമെന്റ്സ് ATP ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്? എന്നിട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കിയാലോ. ഓക്കെ, സോ ഈ കാരണങ്ങളുണ്ട്. there is a proton gradient created. Okay, so H plus is very high in the lumen. Okay, അപ്പോൾ അവർക്ക് വേറെ വഴിയില്ല, they have to move. Yes, so you see, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ, okay, and stromയിൽ low concentration. Okay, this is how you have a proton gradient. ഇങ്ങനെ ഒരു proton gradient ഫോം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? They will push all the H plus. Okay, equilibrium വരുത്താൻ വേണ്ടിയിട്ട് H പ്ലസിനെ പുഷ് ചെയ്യും through the ATP synthase. Okay, so F0 കോംപ്ലക്സ് ഉണ്ട്, F1 കോംപ്ലക്സ് ഉണ്ട്. Okay, so പുഷ് ചെയ്യും ഈ H പ്ലസിനെ. ഓക്കെ, നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ടിക്കറ്റിന് കാശ് കൊടുക്കണ്ടേ? ഏകദേശം അതേ പരിപാടിയാണ്. F0 കോംപ്ലക്സിൽ നിന്ന് ഇത് മൂവ് ചെയ്യുമ്പം, ഓക്കെ, സോ H പ്ലസ് ഇസ് മൂവിങ് ഫ്രം ലൂമൻ ടു സ്ട്രോമ. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യുമ്പം ഈ F0-നകത്ത് നിന്ന് കുറച്ച് എനർജി കിട്ടും, ബിക്കോസ് H പ്ലസ് ഇസ് മൂവിങ്. ആ എനർജി യൂസ് ചെയ്തിട്ടാണ് ദി F1 കോംപ്ലക്സ് വിൽ ഡു ഫോസ്ഫോറിലേഷൻ.
ഓക്കെ, ADP-ലേക്ക് അവർ ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ ഉണ്ടാക്കി, ദേ വിൽ മേക്ക് ATP. ATP ഫോം ചെയ്യണമെങ്കിൽ എനർജി വേണം. എവിടെ നിന്നാണ് ആ എനർജി? F0 കോംപ്ലക്സിൽ H+ന്റെ ട്രാൻസ്പോർട്ട് കാരണം. ഓക്കെ, സോ അത് വേണമെങ്കിൽ ഞാൻ എഴുതി വെക്കാം ഇവിടെ. So F0 F1 complex gets energy from transport of H plus from lumen to stroma. Okay, so energy kitti, and with this energy they make ATP. Okay, so ആ ട്രാൻസ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന എനർജി കൊണ്ടാണ് അവർ ATP-നെ ഫോം ചെയ്തത്. ADP-ലേക്ക് ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ ഇടുന്നു, ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. ഓക്കെ, സോ ദിസ് ഐ വിൽ റൈറ്റ് അഗൈൻ നമ്മുടെ നോൺ സൈക്ലിക്കിൽ എഴുതാം. ഓക്കെ, ഇതുവരെ യൂസ് ചെയ്യാത്തൊരു ഏരിയ ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ H+ ഉണ്ട് നമുക്ക്. ഓക്കെ, സോ ഓൾ ദ H+ ഫ്രം ഹിയർ. ഓക്കെ, സോ ഇവിടെ നിന്നുള്ള H+നെ എല്ലാം നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, വിൽ പാസ് ഇറ്റ് ത്രൂ ദി F0 F1 കോംപ്ലക്സ്. ഓക്കെ, സോ H+ നമ്മൾ സ്ട്രോമയിലേക്ക് തിരിച്ചു വിടുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വാട്ട് വിൽ ഹാപ്പൻ, ഇത് നമ്മുടെ F0 കോംപ്ലക്സ് ആണ്, ഇത് F1 കോംപ്ലക്സ് ആണ്. ഓക്കെ, സോ ഹിയർ they will make ATP. Okay, from ADP and inorganic phosphate. Okay, they make ATP. Chemiosmotic hypothesis. Okay, chemiosmotic hypothesis. So create in the proton gradient കാരണം we push all of this H+ back to the stroma. Okay, through the ATP synthase. So F0 complex transfer ചെയ്യും, F1 complex എന്ത് ചെയ്യും, they will take energy from that transport and they will make ATP. Okay, അതേപോലെ തന്നെ നമ്മുടെ സൈക്ലിക്കിലും സെയിം വേ ഈ H+നെ അവർ കളക്ട് ചെയ്യുന്നു. ഓക്കെ, they pass it on and at the same time make ATP. ADP plus inorganic phosphate. So congratulations, നമ്മൾ ATP-നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഫുൾ ലൂപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നോൺ സൈക്ലിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്ട്സ് കാണാൻ പറ്റും. വി ഹാവ് മെയ്ഡ് ദ പ്രോഡക്ട്സ്. NADPH ഉണ്ടാക്കി, ATP ഉണ്ടാക്കി, ഓക്സിജൻ ഉണ്ടാക്കി. ഇതാണ് 3 മെയിൻ പ്രോഡക്ട്സ് ഓഫ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക്കിൻ്റെ ആകുമ്പോൾ ഓക്സിജൻ ഉണ്ടാവുന്നില്ല, NADPH ഉണ്ടാവുന്നില്ല, ആകെ ഉണ്ടാകുന്നത് ATP മാത്രമാണ്, ബിക്കോസ് ഓഫ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഓക്കെ, സോ ഈ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, and then we'll wind up. Okay, so which one of the following is not true regarding the release of energy during ATP synthesis through chemiosmosis? It involves എന്താ ഉള്ളത്? ഓക്കെ, സോ ATP ഫോം ചെയ്യണമെങ്കിൽ it involves what? Breakdown of proton gradient, breakdown of electron gradient, movement of protons across the membrane to the stroma, reduction of NADP to NADPH on the stroma side of the membrane. Okay, which is not true regarding energy. Okay, അല്ലെങ്കിൽ release of energy during ATP synthesis. Okay, കുറച്ച് നേരം ആലോചിക്കുക, വേണമെങ്കിൽ പോസ് ചെയ്യുക, ഞാൻ ആൻസർ തരാം. ഓക്കെ, ബ്രേക്ക് ഡൗൺ ഓഫ് ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ്. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടല്ലോ, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ തിരിച്ച് നമ്മൾ ATP ഫോം ചെയ്യുമ്പം അതിനെ ബ്രേക്ക് ചെയ്ത് വി ലീഡ് ടു ഇക്വിലിബ്രിയം. ഓക്കെ, ബ്രേക്കിംഗ് ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ആണ് ഇക്വിലിബ്രിയം. ഓക്കെ, സോ അത് ഫോം ആയി, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ്, ദർ ഇസ് നോ ഇലക്ട്രോൺ ഗ്രേഡിയൻറ്റ്, നോ.
മൂവ്മെന്റ് ഓഫ് പ്രോട്ടോൺസ് അക്രോസ് ദ മെംബ്രെയിൻ ടു ദ സ്ട്രോമ. യെസ്, ലൂമനിൽ നിന്ന് സ്ട്രോമയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ NADP to NADPH നടക്കുന്നുണ്ടല്ലോ, ഇറ്റ് ഈസ് ഹാപ്പനിങ് അറ്റ് ദ സ്ട്രോമൽ സൈഡ്. റൈറ്റ്, സോ ദാറ്റ്സ് ഹാപ്പനിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which is not a product of light reaction of photosynthesis? Okay, light reaction ന്റെ പ്രോഡക്റ്റ് അല്ലാത്തത് ഏതാണ്? വൈൻഡപ്പ് ചെയ്യാം, കഴിയാനായി. ഓക്കെ, NADPH ഫോം ചെയ്യുന്നുണ്ടോ? ഉണ്ട്, സ്ട്രോമയിൽ. ഓക്കെ, NADH ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താ വ്യത്യാസം? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, NADPH ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, NADH ഫോസ്ഫേറ്റ് ഇല്ല. അതാണ് വ്യത്യാസം. NADH നമ്മൾ ഫോട്ടോസിന്തസിസിൽ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ATP ഉണ്ടാക്കുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. യെസ്, സോ NADH ഇസ് ദി ആൻസർ. റൈറ്റ്, സോ വേണമെങ്കിൽ ക്വിക്കായിട്ട് നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ചത് ലൈറ്റ് റിയാക്ഷൻ ആണ്. ലൈറ്റ് റിയാക്ഷൻ തന്നെ നമ്മൾ പല പല ഭാഗങ്ങളായിട്ടാണ് പഠിച്ചത്. നോൺ സൈക്ലിക് ആൻഡ് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഉണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി പഠിച്ചു. ആദ്യം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പഠിച്ചു. ഓരോ ഇലക്ട്രോൺ കാരിയറിൽ നിന്നും പാസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടിനെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞ് വി ലേൺ അബൌട്ട് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഓക്കെ, സോ ദാറ്റ് എന്താ പറയുക, പോയ ഇലക്ട്രോണിനെ റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു ATP ഫോർമേഷൻ എങ്ങനെ നടക്കുന്നത്. ATP ഫോർമേഷന് വേണ്ടി തന്നെ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്, കോൾഡ് ആസ് ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഓക്കെ, സോ നമുക്ക് അറിയാം ഇപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന്. സോ വി ഹാവ് ATP, NADPH ആൻഡ് ഓക്സിജൻ. ATPയും NADPH എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സ്ട്രോമയിൽ. വൈ? സോ ദാറ്റ് ദ നെക്സ്റ്റ് റിയാക്ഷൻ ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദെയർ. ഓക്കെ, സ്ട്രോമയിലുള്ള ATPയും NADPHയും യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ഡാർക്ക് റിയാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അത് അടുത്ത സെഷനിലേക്കുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിവൈസ് ചെയ്യുക, NCERT ബുക്കിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ.